ഏഷ്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കലോത്സവമായ കേരളത്തിലെ സ്കൂൾ കലോത്സവം 2025-26 സ്കൂൾ കലോത്സവം ജനുവരി 14 മുതൽ 18 വരെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ വെച്ചാണ് നടന്നത്. ഏകദേശം 14,000-ഓളം കുട്ടികളാണ്, 14,000-ഓളം പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾ 250-ഓളം ഇനങ്ങളിലാണ് തങ്ങളുടെ കഴിവ് മാറ്റുരച്ചത്. ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് നൂർനാട് CBM സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവി നന്ദന മോഹിനിയാട്ടം, കുച്ചിപ്പുടി നൃത്ത ഇനങ്ങളിൽ A ഗ്രേഡ് നേടുകയുണ്ടായി. ദേവി നന്ദനയുടെ നൃത്ത ജീവിതത്തിലൂടെ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. ദേവേന്ദ്ര, വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ സ്കൂളിന് വേണ്ടി ഇങ്ങനെ 2 ഇനങ്ങളിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ A ഗ്രേഡ് നേടി ഒരു അഭിമാന താരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ദേവിയെടുക്കൽ ആദ്യമായിട്ടാണ് സ്കൂൾ കലോത്സവത്തിൻ്റെ സ്റ്റേറ്റ് വേദിയിൽ ഈ നൃത്ത ഇനങ്ങൾ അവതരിപ്പിക്കുന്നത്. അതെങ്ങനെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിന്റെ വേദിയിൽ ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ അല്ലാതെ കലോത്സവത്തിന് 1ാം ക്ലാസ് മുതലേ സജീവമായിട്ട് പോകുന്നുണ്ട്. സ്റ്റേറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് വേറൊരു ലോകം തന്നെയാണ്. അപ്പൊ ആദ്യമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പം അതിന്റെ എങ്ങനെയാണെന്ന് എനിക്കത് മനസ്സിലായി. ഈ വർഷം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദേവി എത്ര വർഷമായിട്ട് ഈ നൃത്തത്തിന്റെ വിവിധ ഇനങ്ങൾ പരിശീലിക്കുന്നുണ്ട്? ആരാണ് ഗുരുനാഥൻ? ഞാൻ 3 വയസ്സ് മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം 1 മുതൽ 4 വരെയും ഭരതനാട്യം, ഫോക്ക് ഡാൻസ് ആയിരുന്നു മത്സരിക്കുന്നത്. UP വിഭാഗം ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. ഹൈസ്കൂളിലും ഈ 3 ഇനങ്ങൾ തന്നെയാണ് പഠിക്കുന്നതും മത്സരിക്കുന്നതും. അതാണ് എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അവരാണ് തുടക്കം മുതൽ ഇപ്പൊ ഈ നില വരെ ആക്കിയത്. നമ്മുടെ കോമ്പറ്റീഷൻസ് ഐറ്റംസ് പക്ഷെ കൊറിയോഗ്രാഫി ചെയ്തതും സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നതും മഹേഷ് ടി ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം വൃന്ദ മഹേഷ്, ഇവർ 2 പേരാണ് പഠിപ്പിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും അവരുടെ 2 പേരോടാണ് എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഏത് സമയത്താണ് നൃത്ത ഇനങ്ങളിൽ എല്ലാ ഇനങ്ങളും, അതായത് മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, ഈ വിവിധ ഇനങ്ങളിൽ ഈ കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും അതിന് പ്രത്യേകം അതിനോട് താല്പര്യം തോന്നി അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്താണ് കാരണം? കാരണം എനിക്ക് ആ 2 ആർട്ട് ഫോം ഭയങ്കര എന്തോ ഒരു ഇഷ്ടമുണ്ട് അതിനോട് പ്രത്യേകം. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നന്നായിട്ട് എന്തോ അതിനോടൊരു ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പാട്ടാണെങ്കിലും ആ ഒരു ലാസ്യച്ചോടോടെ ചെയ്യുന്നത് ഒരു പ്രത്യേക ഭംഗിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുച്ചിപ്പുടി ആണെങ്കിലും പാടി നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അറിഞ്ഞു കണ്ട് ചെയ്യാൻ പറ്റുന്ന 2 ആർട്ട് ഫോം ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് തന്നെയാണോ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് ഉള്ള വ്യത്യാസം? മറ്റ് ഡാൻസ് ഐറ്റം ഒരു വ്യത്യാസമുണ്ടോ അതിന്? മറ്റുള്ള ഡാൻസ് ഐറ്റംസിനെ വെച്ച് പറയുകയാണെങ്കിൽ ഭരതനാട്യം എന്ന് പറയുന്ന ആർട്ട് ഫോം കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് കുറച്ചുകൂടെ ബലം ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണ്. കുച്ചിപ്പുടി അതിനോളം വ്യത്യാസമുണ്ട്. അത് കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രഷൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും പാടി ലാസ്യത്തോടെ ചെയ്യുന്നത് ഒരു പ്രത്യേകതയാണ്. മോഹിനിയാട്ടം ആണെങ്കിലും അതിൻ്റെ കോസ്റ്റ്യൂമിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ശൈലികളിലാണെങ്കിലും മെയ് ഒലഞ്ഞ് ചെയ്യുന്നതാണ് മോഹിനിയാട്ടം. അതിനും അതിൻ്റെതായ ഒരു ലാസ്യാഭിനയങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു വേറിട്ട് നിൽക്കുന്നതാണ് മറ്റുള്ള ആർട്ട് ഫോംസിനെ വെച്ച് നോക്കുമ്പോൾ. ദേവിയുടെ താല്പര്യത്തിനോട് തന്നെയാണോ അത് പഠിക്കാനായിട്ട് തുടങ്ങിയത്? ഉറപ്പായിട്ടും. അച്ഛനും അമ്മയും എന്നെ ഇതിന് വേണ്ടി ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെയാണ് ചെറുപ്പം മുതൽ ഇന്ന് വരെയും അതിന് വേണ്ടി നിന്നിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അവരെനിക്ക് അതിനുള്ള ഗൈഡൻസ് കുഞ്ഞിലേ മുതലേ ഇപ്പൊ വരെയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സോടെ തന്നെയാണ് ചെയ്യുന്നത്. ദേവിയുടെ അച്ഛനും അമ്മയും അവരുടെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ നൃത്ത രംഗം തന്നെയാണോ? കുട്ടികളെ അവർ പഠിപ്പിക്കുകയും മറ്റു കുട്ടികളെ പഠിപ്പിക്കുകയും അങ്ങനെ നൃത്ത വിദ്യാലയമായിട്ട് വല്ലതും അങ്ങനെ ഒരു സ്ഥാപനമുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെ പ്രൊഫഷൻ തന്നെ ഡാൻസ് ആണ്. അച്ഛനാണെങ്കിൽ BA MA ഭരതനാട്യം
കലൈക്കാവേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അമ്മ സെന്റ് തെരേസാസ് കോളേജിൽ നിന്നും BA ഭരതനാട്യത്തിന് ഡിഗ്രി ചെയ്തതാണ്. ഞങ്ങളുടെ പ്രൊഫഷനും ജോലിയും എല്ലാം ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് നാട്യതരംഗ് ശാസ്ത്രീയ നൃത്ത വിദ്യാലയം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിന്റെ 5 ബ്രാഞ്ചുകളും ഇവിടെ അടുത്ത സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പ്രൊഫഷനും എല്ലാം. നമ്മുടെ നാട്ടിൽ ഒരുപാട്, അതായത് പ്രാദേശികമായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവങ്ങൾ, ഒരുപാട് ക്ലബ്ബുകളുടെ പ്രോഗ്രാമുകൾ, അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഒരു പ്രൊഫഷണലായിട്ട് പരിപാടിയിലൊക്കെ പങ്കെടുക്കാനായിട്ടൊക്കെ ദേവി പോകാറുണ്ടോ? പങ്കെടുക്കാനായിട്ട് അമ്പലങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഒരുപാട് അവസരം കിട്ടുന്നതൊന്നും കളയാറില്ല. മാക്സിമം ഓരോ സ്റ്റേജ് ചെയ്യാൻ തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റേജുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെങ്ങനെ സിംഗിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണോ അതോ ഗ്രൂപ്പായിട്ടാണോ, അതോ നിങ്ങൾ അങ്ങനെ ഒരു അച്ഛനും അമ്മയും ഡാൻസേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഗ്രൂപ്പായിട്ട് പോയൊരു പ്രോഗ്രാം നടത്തിയാണോ അതോ സിംഗിൾ ഐറ്റംസിനാണോ കൂടുതൽ പങ്കെടുക്കുന്നത്? ഞാൻ രണ്ടിലും പങ്കെടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ആണെങ്കിലും അവിടുത്തെ കുട്ടികളും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഞാനും സിംഗിൾ ചെയ്യാറുണ്ട്. രണ്ടും ഒരുപോലെ ചെയ്തു പോകുന്നുണ്ട്. ഗ്രൂപ്പ് ഐറ്റത്തിന് പേരൻസിന്റെ കൂടെ പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കുക. അതെങ്ങനെയായിരിക്കും? പൊതുവെ രാത്രിയിലായിരിക്കും ഒരു പക്ഷേ ഒരു ഉത്സവ പറമ്പിലേക്ക് ചെന്നിട്ട് നമ്മൾ ഈ ഒരു വേദി പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു വലിയ അനുഭവമായിരിക്കും. ഒരുപാട് ഓഡിയൻസ് നമ്മൾ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കലാകാരന്മാരെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നവരാണ് കേരളീയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്സവ പറമ്പിലേക്ക് നമ്മൾ ചെന്നിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ, നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് പോയിട്ട് ഒരു ഡാൻസ് ഐറ്റമോ അല്ലെങ്കിൽ മറ്റ് എന്താണ് സംഗീത നാടകമോ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താണ് ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി എന്നൊക്കെ പറയത്തില്ലേ, അതെങ്ങനെയാണ് അതിനെ ഓർത്തെടുക്കുന്നത്? അത് നല്ലൊരു അനുഭവം തന്നെയാണ്. കാരണം എല്ലാവരുമായിട്ട് പോകുന്നതും അതൊരു സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് തന്നെയാണ് വലിയ കാര്യം. അതുകൊണ്ട് അച്ഛനും അമ്മയോടൊത്ത് പോകുമ്പോഴും കൂട്ടുകാരോടൊക്കെ ഡാൻസ് പങ്കെടുക്കുമ്പോൾ വളരെയധികം ഒരു പ്രത്യേക ഒരു ഇമോഷൻ തന്നെയാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മത്സരവേദിയിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റ് പല ഘടകങ്ങളോടെ ചേരുന്ന മത്സരവേദി എന്ന് പറയാം. നമ്മളൊരു സാധാരണ കുട്ടിക്കാലം അതിൽ പഠിച്ചു വർഷങ്ങളോളം പഠിച്ചാലും ഒരു പക്ഷേ ഒരു വേദിയിൽ ഒറ്റ പെർഫോമൻസിൽ നമുക്ക് അത് നന്നാവാൻ ചിലപ്പോൾ മോശമായി പോവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ആശങ്കയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ, പ്രതിഭാതരായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ വന്ന് ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ, അങ്ങനെ ആ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് ദേവിയുടെ ഒരു മനസ്സിലെന്തായിരുന്നു ആ സമയത്ത്? സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ആഗ്രഹിച്ച് കിട്ടിയ ഒരു വേദിയാണ്. അതുകൊണ്ട് അത് മോശമായി പോകാനും പാടില്ലല്ലോ. അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ കഷ്ടപ്പാട്, അധ്യാപകരുടെ കഷ്ടപ്പാട്, എല്ലാവരുടെയും പ്രതീക്ഷയാണ് ആ ഒരു വേദി. അപ്പൊ അത് എത്രയും ഭംഗിയായിട്ട് ചെയ്യാവോ അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക്. അപ്പൊ ആദ്യം ഇത്രയും ഒരു വേദിയിൽ എത്തിയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്റെ സ്വപ്നമാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ സ്വപ്നമാണെന്ന് മനസ്സിലായി. ആ ഒരു ഇതുകൊണ്ട് നല്ലതായിട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സ്കൂൾ കലോത്സവത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ച നൃത്തയിനോ അതിൻ്റെ കോറിയോഗ്രാഫി ചെയ്തത് ഗുരുക്കന്മാരുണ്ടല്ലോ. അത് ഒരു കോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക, അത് വേറൊരു കലയാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെങ്ങനെയാണ് ആ അനുഭവം എങ്ങനെയായിരുന്നു? ഒരു പുതിയ കോറിയോഗ്രാഫി ചെയ്യുമ്പം എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇതിനെക്കുറിച്ച് എന്താണ് ശരിക്കും പറയാനുള്ളത്? ഇപ്പം മത്സരം ഈ കുച്ചിപ്പുടി മോഹിനിയാട്ടം അതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തതും കമ്പോസ് ചെയ്തതൊക്കെ മഹേഷ് സാറും വൃന്ദ ടീച്ചറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അവരുടെ ആ ഒരു കൊറിയോഗ്രാഫി എനിക്ക്, മോഹിനിയാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് കൂടുതൽ ഇഷ്ടം ആയത് തന്നെ സാറിന്റെ കൊറിയോഗ്രാഫിയിലൂടെയാണ് എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മോഹിനിയാട്ടത്തിന് എന്തോ മറ്റുള്ളതൊന്നും കുറച്ചുകൂടെ എന്താ പ്രത്യേകത, എന്താ ഇഷ്ടപ്പെടാനാ? കാരണം പ്രത്യേകം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിന്റെ പാട്ട്, സാറ് കമ്പോസ് ചെയ്യുന്ന പാട്ടിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എനിക്ക് കേട്ടിരുന്നു പോകും അതവിടെ, വരികൾക്കാണെങ്കിലും ആ കമ്പോസ് ചെയ്യുന്നതാണേലും ആ ഒരു കൊറിയോഗ്രാഫി തന്നെ നല്ല രസമാണ്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അതുപോലെ വൃന്ദ ടീച്ചർ ആണെങ്കിലും കുച്ചിപ്പുടി ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പം കുച്ചിപ്പുടി ആ ഒരു ഐറ്റം സൃഷ്ടിച്ചവർക്കല്ലേ അതിന് കൂടുതൽ അതിന്റെ ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അത് എത്രയും മനോഹരമാക്കാമെന്ന് അതിന്റെ നിർമ്മാതാക്കൾക്കല്ലാതെ അത് കൂടുതൽ വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് അവർ രണ്ടുപേരും ഭംഗിയായിട്ട് തന്നെ എനിക്കത് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഒരു കൊറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരുപാട് അറിവുകൾ ഇനിയും പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്കിപ്പോ ഒന്നും അറിയില്ല. ഇനിയും ഒരുപാട് പഠിച്ച് എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും
ഒരു കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ നൃത്തനാടകം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സംഗീത നാടകം എൻ്റെ ഒരു സംശയമാണ്. അത് ഈ ശരിക്കും പറഞ്ഞാൽ കോറിയോഗ്രാഫി നന്നായിട്ട് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണോ? അതുമായിട്ട് ബന്ധമുണ്ടോ? അതറിയാവോ? നൃത്തനാടകമൊക്കെ അത് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയാണല്ലോ. ഇപ്പം ഒരുപാട് ചെയ്ത് പരിചയമാവുന്നവർക്കല്ലേ അത് എത്രത്തോളം മനോഹരമാക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് കൂടുതൽ ഭംഗിയാക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ നൃത്തത്തില് മോഹിനിയാട്ടം മെയിൻ ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് അതിന് ഹയർ എഡ്യൂക്കേഷൻ നടക്കുക, അതിനകത്ത് ഗവേഷണം ചെയ്യുക, വലിയ ക്യാമ്പസുകളിൽ പോയി ഗവേഷണം ചെയ്ത് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകണമെന്ന്, ഒരു ഡോക്ടറേറ്റ് നേടുക എന്ന് തുടങ്ങിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? എനിക്കുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ നല്ല താല്പര്യമുണ്ട്. അപ്പം ഭാവിയിൽ ഇനി അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. നമുക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷ വരികയാണ്. അതിനുള്ള പ്രിപ്പറേഷൻ പഠനത്തെ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പഠിത്തം ഉഴപ്പൊന്നുമില്ലല്ലോ? ഇല്ല. രണ്ടും ഒരുപോലെ മാനേജ് ചെയ്ത് പോകുന്നു. ഇപ്പം പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. രണ്ടും ഒരേപോലെ കൊണ്ട് നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ട് ദേവി ഇങ്ങനെ പ്രീ മോഡൽ എഴുതാൻ വന്നപ്പോൾ വളരെ ക്ഷീണതയായിട്ട് കാലിനൊക്കെ വേദനയായിട്ട് എൻ്റെ വന്നിരുന്നു പറഞ്ഞു. അത് പ്രോഗ്രാം ഉണ്ടായിരുന്നു സാറെന്ന് ഇങ്ങനെ പറഞ്ഞു. അതെങ്ങനെയാണ് ഈ ബാലയ്ക്കൊക്കെ പോകുമ്പം ശാരീരിക ക്ഷീണത്തെ കുറിച്ചൊന്ന് പറ, ഇവിടെ ഒന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. അതെങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? അത് എങ്ങനെയാണ് ദേവി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ നാടകത്തിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ആ സ്പേസ് കുറച്ച് കൺജസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് സാധനങ്ങളൊക്കെ ഇരിക്കുമ്പം അത് തട്ടുപിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പറ്റിയതാണ്. അപ്പൊ അത് ഞാൻ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്കതൊരു പ്രശ്നമല്ല. പിന്നെ അത് കണക്കിലെടുക്കുന്നില്ല. ഇപ്പൊ ഇതിനകത്തൊക്കെ ഇത് എന്താ സ്വാഭാവികമാണ്. അതുകൊണ്ട് അത് കണക്കിലെടുക്കുന്നില്ല. അത് അതിന്റെ ഒരു രീതിയിൽ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. ക്ഷീണമൊക്കെ വരും, പിന്നെ ശ്രദ്ധിക്കത്തില്ല കൂടുതലും അതിനെ കുറിച്ച്. അത് അതിന്റെ വഴിക്ക് പോകും. ഇപ്പൊ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പൊ ഈ പഠനത്തെ എങ്ങനെയാണ് ഇതിനോടൊപ്പം കൊണ്ടുപോകുന്നത്? അത് വെറും ഗ്രേസ് മാർക്ക് മാത്രം മുന്നേ കണ്ടുകൊണ്ടാണോ അതോ ഇത് തന്നെയാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കഠിനാധ്വാനമാണ് ഇതിന്റെ പിന്നിലുള്ളത്? ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതം തന്നെയാണ്. എനിക്ക് പഠനത്തോടൊപ്പം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് എനിക്ക് ഏറ്റവും താല്പര്യം. ഇപ്പം ഇത് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ അതിനോടൊരു ആത്മാർത്ഥത എന്തായാലും കാണുമല്ലോ. അതുകൊണ്ട് രണ്ടും ഞാൻ ഒരുപോലാണ് മാനേജ് ചെയ്ത് പോകുന്നത്. ദൈവം മനസ്സിലാക്കേണ്ട, ദൈവം പക്ഷെ അറിയായിരിക്കും. കാരണം കലോത്സവ വേദിയിൽ നിന്നാണ് നമ്മുടെ സിനിമയിലായാലും നാടകത്തിലായാലും നമ്മുടെ അക്കാഡമിക് തലത്തിലായാലും ഒരുപാട് കലാകാരന്മാർ അവർ സിനിമയിൽ അറിയാമല്ലോ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിയൊരു കാര്യം, കലോത്സവ വേദിയിൽ നിന്നും വന്ന വളരെ പ്രശസ്തയായ ഒരു നർത്തകിയുണ്ട്. അവർ സിനിമ മേഖലയിൽ നിന്നും പോകാതെ പിന്നീട് അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ എടുത്തു പോയി. അത് ഡോക്ടർ നീന പ്രസാദാണ്. അപ്പോൾ അതുപോലെ ഈ എന്താണ് ലക്ഷ്യം? നൃത്തം എന്ന് പറയുക, അതോ സിനിമയിലേക്ക് അഭിനയമാണോ? അഭിനയമോഹമുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം എനിക്ക് അഭിനയത്തോട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എനിക്ക് ഡാൻസ് എന്നൊരു രീതിയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഡാൻസ് എൻ്റെ ലൈഫ് ടൈം എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഇനിയും പഠിക്കാറുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ പഠിച്ചതൊക്കെ കുറച്ച് പേർക്കൂടെ പറഞ്ഞു കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും എൻ്റെ ഡാൻസ് കരിയർ എനിക്ക് മെയിനായിട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ മെയിൻ ഒരു ജോലി ചെയ്യണം എന്നാണ്. എനിക്ക് രണ്ടും മാനേജ് ചെയ്ത് പോകാനാണ് താല്പര്യം. ദേവി ഇടയ്ക്ക് പറയുണ്ടായിട്ട് ഈ കലോത്സവത്തിന്റെ ഈ വേദിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതൊരു അച്ഛനും അമ്മയൊക്കെയാണ് പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പൊ മഹേഷ് എന്ന് പറഞ്ഞ ഒരു അധ്യാപനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചു വന്ന ഒരു കാര്യം, ഒരു മത്സര ഇനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മറ്റൊരു അധ്യാപകൻ വന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനെ എങ്ങനെയാണ്, എന്ത് വ്യത്യാസമായിരുന്നു അച്ഛന് അല്ലെ ഗുരുമുഖത്ത് അച്ഛൻ്റെ കളറിയിൽ നിന്നും പഠിച്ചു വന്നിട്ട് ഒരു പുതിയ ഒരു വ്യക്തി വന്ന് പഠിപ്പിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് അതിനകത്ത് കണ്ടത്? ബേസിക്കായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അല്ലെങ്കിൽ ഒരു മത്സര ഇനത്തിൽ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടോ അവർക്ക്? ഇപ്പം അച്ഛനും അമ്മയാണെങ്കിൽ അവര് ഒരു ഐറ്റം പഠിച്ചിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവര് എന്നെ ഇതുവരെ പഠിപ്പിച്ച് ആ ഒരു ബേസ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ലൊരു ബേസ് അവര് രണ്ടുപേരും എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പം മഹേഷ് സാറും ടീച്ചറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഒരു ഐറ്റത്തിന് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവര് ഒരു ഐറ്റം കമ്പോസ് ചെയ്യുക, കൊറിയോഗ്രാഫി ചെയ്യുന്നത് അതൊരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പറഞ്ഞു തരാൻ പറ്റിയത് അതിന്റെ സൃഷ്ടിച്ച ആൾക്കാർക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം
അത് കൊറിയോഗ്രാഫി ചെയ്ത് കമ്പോസ് ചെയ്തവർക്ക് കുറച്ചും കൂടെ അതിനെപ്പറ്റി അഡ്വാൻസ് ആയിട്ട് ഒരു ഐഡിയയിൽ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മാറി നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ദേവിയുടെ ഗ്രൂപ്പ് ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കൂടെ അഭിനയിക്കുന്ന അല്ലെ കൂടെ നൃത്തം ചെയ്യുന്ന കുട്ടികൾ, ആ കുട്ടികൾ ചിലപ്പം അവരതിനകത്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളായിരിക്കത്തില്ല. ബേസിക്കായിട്ട് നൃത്തം പഠിച്ചു വന്ന കുട്ടികളായിരിക്കത്തില്ല. ഒരു പക്ഷേ നമ്മുടെ സ്കൂളിൽ നിന്ന് ആ ഒരു ഗ്രൂപ്പായിട്ട് ഇതിന് പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ പോയിട്ട് അവർ സ്റ്റേജ് സ്പേസ് ഉപയോഗിക്കാതെ ഒരു പക്ഷേ ചിലപ്പം ഒരു ഗ്രൂപ്പ് ഡാൻസിലൊക്കെ മറ്റു കൂടെ നിൽക്കുന്ന കുട്ടികൾ അവർ സ്പേസ് മാറി വേറെ പ്രത്യേക സ്റ്റേജിൽ ഒറ്റപ്പെട്ട ഒരു സൈഡിലേക്ക് മാറുന്നതായിട്ട് തോന്നും. അങ്ങനെ അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു വിഷമം തോന്നും. പിന്നെ നമ്മൾ അത് മാക്സിമം അത് പുറത്തോട്ട് അറിയിക്കാതിരിക്കാൻ ഞാൻ നോക്കാറുണ്ട്. ഇപ്പൊ തെറ്റ് പറ്റിയെങ്കിൽ അത് നമ്മൾ അറിഞ്ഞാൽ പോരെ, അത് പുറത്തോട്ട് അറിയിക്കാതിരിക്കാനാണ് അത്യാവശ്യം മാനേജ് ചെയ്ത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ നൃത്തം എങ്ങനെ ജീവിതത്തിലെ ഡിസിപ്ലിനുമായിട്ട് അച്ചടക്കമായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന നിലയിൽ കുട്ടിക്കാലം മുതൽ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നു. നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എങ്ങനെ നമ്മളെ മോൾഡ് ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് നൃത്തത്തിൽക്കൂടെ അല്ലെങ്കിൽ ആ നൃത്ത ഐറ്റം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണ് നമ്മളെ മോൾഡ് ചെയ്യും നല്ലൊരു വ്യക്തിയായിട്ട്? അത്തരത്തിൽ തോന്നിയിട്ടുണ്ടോ? അത് ഉറപ്പായിട്ടും. ഇപ്പം ഡാൻസ് എന്ന ഇതിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഒരു ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നതും. അതുപോലെ കൊച്ചിലെ തൊട്ട് ചിട്ടയോടെയാണ് ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളാണേലും അച്ഛനും അമ്മയും പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ആവണം ഒരു നർത്തകി ഇനിയും പഠിക്കാറുണ്ട്. അപ്പം ഒരു പകുതി അറിവോളം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഇതിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയാണ് ഡാൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്കൂളിൽ എങ്ങനെയാണ്? സ്കൂളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന് പോകുമ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ടോ? ക്ലാസ് ടീച്ചർ അതുപോലെ ക്ലാസ്സിലെ കൂട്ടുകാർ അവരുടെയൊക്കെ സമീപനം എങ്ങനെയാണ്? എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് ഇതുവരെ തന്നിട്ടുള്ളത്. ഞാനിപ്പം 1 മുതൽ ഈ 10 വരെ എൻ്റെ എല്ലാ ടീച്ചേഴ്സും കൂട്ടുകാരാണെങ്കിലും അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. വലിയ താല്പര്യമില്ലാത്ത കൂട്ടുകാർക്ക് വരെ എൻ്റെ ഡാൻസ് കണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പൊ ഡാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സ് ആണേലും കൂട്ടുകാരാണേലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ദേവിയുടെ കൂട്ടുകാരികളൊന്ന് പറയാറുണ്ട് എനിക്കൊരു ഡാൻസ് പഠിക്കണം, അല്ല ദേവിയുടെ ആ ഒരു ഡാൻസ് കണ്ടിട്ട് അല്ല ഇങ്ങനെ ഇപ്പം കലോത്സവത്തിന് പോയി 2 A ഗ്രേഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അത് വലിയൊരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരു പക്ഷെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞാണ്, അല്ല അമ്മയുടെ കണ്ണ് നിറഞ്ഞാണ്, അത്രയും ഒരു പക്ഷെ ദേവിയുടെ പോലും കണ്ണ് നിറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു വിഷമം കൊണ്ടുള്ള കണ്ണീരല്ല, അതൊരു എക്സ്റ്റസിയാണ്. കാരണം നമ്മളൊരു എയിം വെച്ചിട്ട് ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളവിടെ എത്തിച്ചേരണമെന്നില്ല. അത് നമ്മുടെ ഭാഗ്യമുണ്ട്, നമ്മുടെ സമയമുണ്ട്, നമ്മുടെ കഠിനാധ്വാനമുണ്ട്, ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് അത് വരുന്നത്. ഇപ്പോൾ ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ആ രീതിയിൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ, അത് നിരന്തരം നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് ചെല്ലാൻ പറ്റും. നമ്മൾ ഇന്നത്തെ ദേവി ആയിരിക്കത്തില്ല, ഒരു ദിവസം നാളെ നമുക്ക് 1% നമ്മുടെ കഴിവ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ ഡെയിലി പ്രാക്ടീസ് അല്ല ഡെയിലി നമ്മളത് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു നല്ല ലെവലിലേക്ക് ചെല്ലാൻ പറ്റും. അത്തരത്തിൽ ഈ രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നൃത്തം പഠിക്കുന്ന കുട്ടികൾ അവരോടൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജ് ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ എന്തായിരിക്കും നൽകുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഒരു ഡ്രീം എല്ലാവർക്കും കാണല്ലോ. ഇപ്പം മത്സരത്തെ വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ് എന്ന ഒരു വേദി എല്ലാ കുട്ടികളുടെ സ്വപ്നമാണ്. അപ്പൊ അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് അതിന് കൊടുക്കാൻ പറ്റുമോ, ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ അതിനു വേണ്ടി ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചാണേലും ഹൈസ്കൂളിൽ കയറിയതിന് ശേഷം 8ഉം 9നും എനിക്ക് സ്റ്റേറ്റ് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അവിടെ എൻ്റെ ഡ്രീം അവിടെ കളയാതെ ഞാൻ വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു ഹാർഡ് വർക്കിങ്ങും ആ ഒരു പരിശ്രമം അവിടെ കളയാതിരിക്കുക. ഒരു വട്ടം കിട്ടിയില്ലെങ്കിലും അടുത്ത വട്ടത്തേക്ക് അതിനിരട്ടി ശക്തതയോടെ വീണ്ടും വരണം കുട്ടികളെല്ലാവരും. അതുപോലെ തന്നെ അത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗുരുക്കന്മാര്, അവരുടെ അടുത്ത് പോയി നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന പേരൻസും ആണെങ്കിൽ എന്തായാലും ആ ഒരു സക്സസ്സിൽ എത്താൻ പറ്റും. അതിനുവേണ്ടി കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്നാണെങ്കിലും അതിലത്തേക്ക് എത്തും. ദേവി ഇപ്പൊ ഈ പറഞ്ഞ അഭിപ്രായം വളരെ പ്രസക്തമായ ഒന്നാണ്. പ്രത്യേകിച്ച് ഈ സമകാലിക വർത്തമാന ലോകത്ത് പേരന്റിങ് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഒരു അധ്യാപകൻ എന്ന എനിക്ക് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ ഉള്ള ഒരു സമയത്താണ് ദേവിയുടെ പേരൻസിനെ പോലുള്ളവർ അവരെ കുട്ടികളെ മോൾഡ് ചെയ്യുന്നതിൽ ഫസ്റ്റ് പ്രിഫറൻസ് അല്ല ഫസ്റ്റ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് പേരൻസിന് തന്നെയാണ്.
അത് കഴിഞ്ഞിട്ട് അധ്യാപകർ പോലും വരുന്നുള്ളൂ. അപ്പം അത്തരത്തിൽ ദേവി എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് കുട്ടി അത് പറയുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഉള്ള ഒരു മെസ്സേജാണ് ദേവി പറഞ്ഞത്. നമ്മൾ നമ്മുടെ ഡ്രീം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. പക്ഷെ അത് നമ്മുടെ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യവും നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ നിരന്തരമായ പ്രയത്നവും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ വഴിയിൽ ഇട്ടിട്ട് പോരരുത്. അങ്ങനെ നല്ലൊരു മെസ്സേജാണ് ദേവി പറഞ്ഞത്. 8ലും 9ലും പഠിക്കുമ്പോൾ കലോത്സവത്തിൽ പങ്കെടുത്ത് സ്റ്റേറ്റിൽ പോകണമെന്ന് ആഗ്രഹിച്ച കുട്ടിയാണ്, പക്ഷെ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ തൻ്റെ നൃത്ത പരിശീലനം നിർത്താതെ തുടർച്ചയായിട്ട് കഠിനമായിട്ട് അധ്വാനം ചെയ്യുകയും അതിന് അച്ഛനും അമ്മയും കൊടുത്ത ആ വലിയ സപ്പോർട്ട്, അത് തീർച്ചയായിട്ടും അവരും കൂടി ഇതിനകത്ത് ആദരവ് അർഹിക്കുന്നുണ്ട്. അതുപോലെ സ്കൂളിൽ നിന്നും അധ്യാപകർ, ക്ലാസ്സിലെ കൂട്ടുകാർ, അവരൊക്കെ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അതിൻ്റെ മനസ്സിനെ അല്ലെ ആ കുട്ടിയെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതൊക്കെ അതിനൊരു ഉദാഹരണമാണ്. അതാണ് ദേവി പറഞ്ഞത്. ഇത് നല്ലൊരു മെസ്സേജാണ്. എല്ലാ രക്ഷകർത്താക്കളും ഇത് മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ മുന്നേറ്റേക്ക് നയിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു അവസരം കൂടിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനിയും വലിയ വലിയ നേട്ടങ്ങൾ ദേവിക്ക് വേദിയിൽ സംഭവിക്കട്ടെ. അതിനുള്ള കരുത്തും നിശ്ചയദാർഢ്യമൊക്കെ ദേവിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. അതിന് എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുന്നതാണ്. സംസ്ഥാന കലോത്സവത്തിൽ പോയി പങ്കെടുത്ത 2 പരിപാടിക്കും A ഗ്രേഡ് മേടിച്ച ആളാണ് അല്ലേ? എന്താണ് പുതിയ അനുഭവങ്ങൾ എന്ന് പങ്കുവെച്ചോ? നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ? നല്ല അനുഭവമായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം പോകാൻ പറ്റിയതിൽ ഈ സ്കൂളിന് ഒരു ട്രോഫി കൊണ്ട് കൊടുക്കുന്നതെന്ന് തന്നെ എനിക്കൊരു വലിയ കാര്യമായിരുന്നു. നല്ല ഞങ്ങളുടെ അധ്യാപകരൊക്കെ വളരെ അഭിമാനത്തോടെയാണ് ദേവീനന്ദനെ കാണുന്നത്. അപ്പം വളരെ ഭംഗിയായിട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു അല്ലേ? വർഷങ്ങളായിട്ട് ദേവീനന്ദന നമ്മുടെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയില്ലെങ്കിലും ജില്ല വരെ എല്ലാ പ്രാവശ്യങ്ങളും പോകുന്നതാണ് അല്ലേ? ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമാണ് ദേവീനന്ദനയുടെ പേര് പറയുമ്പോൾ. തീർച്ചയായും തുടർന്നുള്ള വർഷങ്ങളിലും വളരെ ഭംഗിയായിട്ട് ഇനി ഏത് മേഖലയിൽ പോയാലും ഈ കല വിടരുത്, കലയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകണം. അച്ഛൻ്റെ അമ്മയുടെ ഞങ്ങൾ അധ്യാപകരെല്ലാം പ്രാർത്ഥന ഇയാളോടൊപ്പം ഉണ്ടാവും.